ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്ന ടോപ്പിക്ക് മെറ്റൽ ക്ലസ്റ്റേഴ്സ് ആണ്. ആ മെറ്റൽ ക്ലസ്റ്റേഴ്സിൽ ഒരു കാറ്റഗറി മെറ്റൽ ക്ലസ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മെറ്റൽ കാർബോണിൽസ് ആയിരുന്നു. ഇനി അടുത്ത ടൈപ്പ് മെറ്റൽ ക്ലസ്റ്ററാണ് മെറ്റൽ ഹാലൈഡ് ക്ലസ്റ്റർ. മെറ്റൽ ഹാലൈഡ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഹാലജൻസ് ആണ് അവിടുത്തെ ലിഗാൻസ് ആയിട്ട് വരുന്നത് ആ മെറ്റൽ ക്ലസ്റ്ററിൽ. അപ്പോൾ നമ്മൾ മെറ്റൽ കാർബണിൽസിൻ്റെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞു ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്ന മെറ്റൽസാണ് കൂടുതലും മെറ്റൽ കാർബണിൽസ് ഫോം ചെയ്യുക എന്നുള്ളത്. ഈ കേസ് വരുമ്പോൾ കുറച്ച് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഒരു ഹൈ ഫോമൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന മെറ്റൽസ് ആയിരിക്കും കൂടുതലും മെറ്റൽ കാർബണിൽസ് ഫോം ചെയ്യാൻ വേണ്ടി ഇൻവോൾവ് ചെയ്യുന്നത്. അതായത് ഒരു +2, +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന മെറ്റൽസാണ് ഈ മെറ്റൽ ക്ലസ്റ്ററിൽ, മെറ്റൽ ഹാലൈഡ് ക്ലസ്റ്ററിൽ ഇൻവോൾവ് ചെയ്യുന്നത്. മെയിനായിട്ടും മെറ്റൽ ക്ലസ്റ്റേഴ്സൊക്കെ ഫോം ചെയ്യണത് ഹൈ ആറ്റമൈസേഷൻ എനർജിയുള്ള മെറ്റൽസാണ്. റിഫ്രാക്ടറി മെറ്റൽസൊക്കെയാണ്. അത് ഹൈ ആറ്റമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ബോയിലിംഗ് പോയിൻറ്റ്, ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഒക്കെ കാണിക്കുന്ന മെറ്റൽസാണ്. ഇപ്പോൾ റിഫ്രാക്ടറി മെറ്റൽസ് പോലുള്ള സിർക്കോണിയം, ഹാഫ്നിയം, ടെക്നീഷ്യം, റോഡിയം, റുദീനിയം, റീനിയം പോലുള്ള മെറ്റൽസൊക്കെയാണ്. അങ്ങനെ തുടങ്ങി പോകുന്ന മെറ്റൽസാണ് കൂടുതലും മെറ്റൽ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുള്ളത്. സാധാരണ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിനേക്കാളും കൂടുതലും മെറ്റൽ ക്ലസ്റ്റർ ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത് ഈ മെറ്റൽസാണ്. അപ്പം അതിൻ്റെ ഒരു കാരണം പറഞ്ഞത് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡി ഓർബിറ്റൽസ്, അതായത് നമ്മൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഡി ഓർബിറ്റൽസ്, ഇപ്പോൾ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിൻ്റെ കേസൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ തന്നെ, അതായത് +2 ചാർജ് കാണിക്കുമ്പോൾ തന്നെ അവരുടെ ഡി ഓർബിറ്റൽസ് ഉള്ളിലേക്ക് നന്നായിട്ട് ഷ്രിങ്ക് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. നമുക്കൊരു ഓവർലാപ്പ് ചെയ്യണമല്ലോ, ലിഗാൻസിൻ്റെ ഓർബിറ്റലുമായിട്ട് മെറ്റലിൻ്റെ ഡി ഓർബിറ്റൽസിൽ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ആ ഒരു എക്സ്റ്റെൻറ്റ് വളരെ കുറവായിരിക്കും. ആ സ്ഥാനത്ത് കുറച്ചുകൂടി ഒരു ഹയർ ട്രാൻസിഷൻ സീരീസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി സ്പേസിലേക്കായിരിക്കും ഡി ഓർബിറ്റൽസിൻ്റെ ലോബ്സ് ഓറിയൻറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അത് കാരണം കുറച്ചും കൂടി ഓവർലാപ്പിങ്ങിൻ്റെ എക്സ്റ്റൻഷൻ കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് ഒരു ഫാക്ടർ പറയണത്. ഡി ഓർബിറ്റൽസിൻ്റെ ഓവർലാപ്പ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ എക്സ്റ്റെൻറ്റ് അനുസരിച്ചിട്ട് ഈ ഒരു റിഫ്രാക്ടറി മെറ്റൽസ് അല്ലെങ്കിൽ ഹയർ ട്രാൻസിഷൻ മെറ്റൽസിനായിരിക്കും കൂടുതലും ലിഗാൻസുമായിട്ട് ഒരു കുറച്ച് സ്ട്രോങ് ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ബോണ്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളത്. പിന്നെ പറയുന്നത് +2, +3 ആണ് മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഹയർ ഫോമൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും +2, +3 കേസ് മാത്രമേ കൺസിഡർ ചെയ്യാറുള്ളൂ. ബാക്കി ഹയർ ചാർജ് +4, +5 ഫോം ചാർജൊക്കെ വരുന്ന കേസിൽ പോസിറ്റീവ് ചാർജ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ന്യൂക്ലിയസുമായിട്ട് അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ഡി ഓർബിറ്റൽസ് കൂടുതലും ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഓവർലാപ്പിംഗ് അത്ര കാര്യമായിട്ട് നടക്കില്ല. അപ്പോൾ ഈ രണ്ട് കേസാണ് ഈ ഒരു ക്ലസ്റ്റർ ഫോർമേഷൻ്റെ കേസിൽ പറയണത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഒരു +2, +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന റിഫ്രാക്റ്റീവ് മെറ്റൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ഹയർ ട്രാൻസിഷൻ മെറ്റൽസ് ആയിരിക്കും കൂടുതൽ മെറ്റൽ ക്ലസ്റ്റർ ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവുക. അത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയണതാണ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി മെറ്റൽ ഹാലൈഡ് ക്ലസ്റ്ററിൽ ഡൈന്യൂക്ലിയർ, ഇപ്പോൾ പല അതായത് 2 മെറ്റൽസ് ഇൻവോൾവ് ചെയ്യണതാവാം, 3 മെറ്റൽസ് ഇൻവോൾവ് ചെയ്യണതാവാം. അതിനനുസരിച്ച് ഡൈന്യൂക്ലിയർ, ട്രൈന്യൂക്ലിയർ, ടെട്രാന്യൂക്ലിയർ, അങ്ങനെ പല ടൈപ്പ് മെറ്റൽ ഹാലൈഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ മെറ്റൽ ഹാലൈഡ് ക്ലസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈന്യൂക്ലിയർ ഹാലൈഡ്സ് ആണ്. ഡൈന്യൂക്ലിയർ ഹാലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മെറ്റൽ ആറ്റം ഇൻവോൾവ് ചെയ്യുന്ന മെറ്റൽ ഹാലൈഡ് ക്ലസ്റ്ററാണ്. അപ്പം അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ഇത്, Re2Xate2-ion. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ കോമ്പൗണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അപ്പം അതിൽ ഈ എക്സിന് പകരം എക്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഹാലജൻസിൽ വരുന്ന ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ആവാം, അല്ലെങ്കിൽ തയോസയനൈറ്റ് ലിഗാൻഡും ഇൻവോൾവ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ഈ ഒരു കോമ്പൗണ്ട് ഇമ്പോർട്ടൻ്റ് ആവാനുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഷോർട്ട് RE ഡിസ്റ്റൻസ് ആണ്. അതായത് മെറ്റൽസ് നമുക്കറിയാവുന്നതാണ്, മെറ്റൽ ആ ഒരു ബൾക്ക് മെറ്റലിൽ ഫ്രീ ആയിട്ടായിരിക്കും മെറ്റൽസ് അല്ലാതെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക അവർ തമ്മിൽ. അപ്പോൾ ആ ഒരു ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അട്രാക്ഷനിലുണ്ട് ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ബൾക്ക് മെറ്റലിൽ 2.75 ആങ്സ്ട്രം ആണെങ്കിൽ
നമ്മൾ ഈ ഒരു കോമ്പൗണ്ട് എടുക്കുമ്പോൾ അവിടുത്തെ റീനിയം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.20 ആങ്സ്ട്രോം ആയിരിക്കും. അതായത് ഷോർട്ടാണ്. ഈ റീനിയം ലെങ്ത്ത് ഡിസ്റ്റൻസ് വളരെ ഷോർട്ടായിരിക്കും. ഇനി അടുത്ത കേസ് പറയണത് എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ കോമ്പൗണ്ട് പഠിക്കുമ്പോൾ എക്ലിപ്സ്ഡ് കൺഫോർമേഷനേക്കാളും വളരെ സ്റ്റേബിൾ ആയിട്ട് വരുന്നത് സ്റ്റാഗേർഡ് കൺഫോർമേഷൻ ആയിരിക്കും. പക്ഷേ ഈ കേസിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കോമ്പൗണ്ട്സിൻ്റെ കേസിൽ എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ ആണ് അവരുടെ സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫോർമേഷൻ സ്റ്റാഗേർഡിനേക്കാളും. അല്ലെങ്കിൽ സ്റ്റാഗേർഡ് കൺഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ ആയിരിക്കും അവിടെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് വരുന്ന കൺഫോർമേഷൻ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ മെറ്റൽ ഹാലൈഡ് ക്ലസ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൈന്യൂക്ലിയർ ഹാലൈഡ്സിൽ വരുന്ന ഒരു എക്സാമ്പിളാണ് ഈ ടൈപ്പ് കോമ്പൗണ്ട്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം ഷോർട്ട് മെറ്റൽ ഡിസ്റ്റൻസ് ആയിരിക്കും. പോരാത്തിന് ആ കോമ്പൗണ്ട് കാണിക്കുന്നത് എക്ലിപ്സ്ഡ് കൺഫോർമേഷനിലായിരിക്കും അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കൊല്ലവും എസ്ഐക്ക് ചോദിക്കുന്ന ഒരു അല്ലെങ്കിൽ വളരെ എല്ലാ എക്സാമിനും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് അതിന് ഈ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് വരാൻ കാരണം, എന്തുകൊണ്ടാണ് അത് എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യാൻ കാരണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു എക്സാമ്പിൾ എടുക്കാൻ ഒരു ക്ലോറിൻ ലിഗാൻഡായിട്ട് വരുന്ന ഒരു മെറ്റൽ ഹാലൈഡ് ക്ലസ്റ്ററാണ് നമ്മൾ എക്സാമ്പിളായിട്ട് ചൂസ് ചെയ്യുന്നത്. Re2Cl2 ഇതാണ് ആ കോമ്പൗണ്ട് മെറ്റൽ ഹാലൈഡ് ക്ലസ്റ്റർ. Cl8. അപ്പോൾ ഒരു റീനിയത്തിന് ചുറ്റും 4 ക്ലോറിൻ ലിഗാൻഡ് എന്ന കേസിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെറ്റൽ ക്ലസ്റ്ററിൽ ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് റീനിയമാണ്. അപ്പോൾ ഈ ഒരു ക്ലസ്റ്ററിൽ റീനിയം എക്സിസ്റ്റ് ചെയ്യുന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ റീനിയം +3 സ്റ്റേറ്റ് എന്ന് പറയുന്നത് D4 സിസ്റ്റമാണ്. അതായത് ഒരു റീനിയം ആറ്റത്തിൽ 4 ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഡി ഓർബിറ്റലിൽ 4 ഇലക്ട്രോൺസ്, അപ്പോൾ 4 ഓർബിറ്റൽസ് സിംഗിൾ ഒക്യുപ്പൈഡ് ആയിരിക്കും, ഒരു ഓർബിറ്റൽ വേക്കൻ്റ് ആയിരിക്കും. പിന്നെ അതിന് തൊട്ടടുത്ത് കാണുന്ന S ഓർബിറ്റലാണ്, ഇതിന് തൊട്ടടുത്ത് കാണുന്ന P ഓർബിറ്റലാണ്. അപ്പോൾ ആദ്യം വേണ്ടത് ഈ 8 ലിഗാൻസിന് ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള വേക്കൻറ്റ് ഓർബിറ്റൽസ് ആണ്. അതായത് 2 റീനിയത്തിനാണ് 8 ക്ലോറിൻ വരുന്നത്. അപ്പോൾ ഒരു റീനിയത്തിന് ചുറ്റും 4 ക്ലോറിൻ ആണ്. അപ്പോൾ ഒരു റീനിയം ആറ്റത്തിലേക്ക് 4 ക്ലോറിന് ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി 4 വേക്കൻ്റ് ഓർബിറ്റൽസ് വേണം. അപ്പോൾ ആ 4 വേക്കൻ്റ് ഓർബിറ്റൽസ് ഫോം ചെയ്യണത് നിങ്ങൾക്ക് അറിയാവുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട്സിലൊക്കെ പഠിച്ച പോലെ തന്നെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എത്രത്തോളമാണ് ആവശ്യമുള്ള റിക്വയർഡ് വേക്കൻ്റ് ഓർബിറ്റൽസ് എത്രയാണോ അതിനനുസരിച്ച് അത്രയും വേക്കൻ്റ് ഓർബിറ്റൽസ് സെയിം എനർജി, ഒരുവിധം സിമിലർ എനർജിയും ഒക്കെ കാണിക്കുന്ന ഓർബിറ്റൽസ്, ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ ഒരു റീനിയം ആറ്റത്തിൽ 4 ക്ലോറിൻ ലിഗാൻസിന് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി 4 വേക്കൻ്റ് ഓർബിറ്റൽസ് വേണം. അപ്പോൾ ഒരു റീനിയം ആറ്റത്തിലുള്ള ഈ 4 വേക്കൻ്റ് ഓർബിറ്റൽസ്, അതായത് ഒരു ഡി ഓർബിറ്റൽ, ഒരു എസ് ഓർബിറ്റൽ, 2 പി ഓർബിറ്റൽ കൂടി DsP2 ഹൈബ്രിഡൈസേഷൻ നടക്കും. DsP2 ഹൈബ്രിഡൈസേഷൻ നടന്ന് 4 DsP2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. അതെല്ലാതും വേക്കൻ്റ് ഓർബിറ്റൽസ് ആണ്. ആ വേക്കൻ്റ് ഓർബിറ്റൽസിലായിരിക്കും ഈ ക്ലോറിൻ ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു ക്ലോറിൻ 2 ഇലക്ട്രോണിനെ വെച്ച് 4 ക്ലോറിൻ 8 ഇലക്ട്രോണാണ് ഒരു റീനിയം ആറ്റത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ 4 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും ക്ലോറിനും കൂടി ഓവർലാപ്പ് ചെയ്ത് അവർ തമ്മിൽ മെറ്റൽ ലിഗാൻഡ് ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഒരു റീനിയം ആറ്റത്തിൽ ഇങ്ങനെ ക്ലോറിനായിട്ട് ബോണ്ട് ഫോം ചെയ്യും. ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ DsP2 ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഡി ഓർബിറ്റൽ ഏതാണ്? അവിടെ ഇൻവോൾവ് ചെയ്യുന്ന ഡി ഓർബിറ്റൽ Dx2 - y2 ഓർബിറ്റലാണ് ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഡി ഓർബിറ്റൽ. അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന പി ഓർബിറ്റലാണ് PZ ഓർബിറ്റൽ. അപ്പോൾ ഇവിടെ PX, PY, Sഉം Dx2 - y2 ഇത്രയും ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താണ്
DsP2 ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. അതായത് dx² - y² s ഓർബിറ്റൽ px py ഈ 4 ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ്, മിക്സ് ചെയ്തിട്ടാണ് DsP2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. ഇനി ബാക്കി റിമൈനിങ് ഓർബിറ്റൽസ് ഏതൊക്കെയാണ്? dxy, dx, dyz, dz². ഇതിലെല്ലാതും സിംഗിൾ ഒക്യുപ്പൈഡ് ആണ്. പിന്നെ ഒരു വേക്കൻ്റ് ആയിട്ടുള്ള അൺഹൈബ്രിഡൈസ്ഡ് pz ഓർബിറ്റൽ ഉണ്ട്, ഇലക്ട്രോൺ ഒന്നും ഇല്ല. ഇനി ഇത്രയും ഓർബിറ്റൽസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി ഇവർ തമ്മിൽ വേറെ രണ്ടാമതൊരു ഹൈബ്രിഡൈസേഷനും കൂടി നടക്കുകയാണ്. ഈ dz² pzഉം കൂടി dp ഹൈബ്രിഡൈസേഷൻ നടക്കും. dz² pz ഓർബിറ്റലും കൂടിയിട്ട് dp ഹൈബ്രിഡൈസേഷൻ നടക്കും. അപ്പോൾ ഇവിടെ നമ്മൾ DsP2 ഹൈബ്രിഡൈസേഷൻ നടക്കുമ്പോൾ ഫോം ചെയ്യണത് ഒരു സ്ക്വയർ പ്ലാനർ സ്ട്രക്ചർ ആയിരിക്കും. അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇനി അടുത്തത് DP ഹൈബ്രിഡൈസേഷൻ നടക്കുമ്പോൾ ഒരു ലീനിയർ സ്ട്രക്ചർ ആയിരിക്കും ഫോം ചെയ്യുക. അപ്പോൾ അതിൽ നിന്നാണ് മെറ്റൽ ബോണ്ട് ഫോം ചെയ്യണത്. ഈ ഹൈബ്രിഡൈസേഷൻ നടന്നതിന് ശേഷമായിരിക്കും മെറ്റൽ ബോണ്ട് ഫോം ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഇങ്ങനെയാണ് ആ ഓർബിറ്റൽസ് ഓറിയൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ലീനിയർ ആയിട്ട് 2 DP ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഒരു റേനിയം ആറ്റത്തിൽ 2 DP ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ 2 DP ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഇതുപോലെ 180 ഡിഗ്രിയിൽ ഓറിയൻറ്റ് ചെയ്യും. അപ്പോൾ ഒരു റേനിയം ആറ്റത്തിൽ DP ഹൈബ്രിഡ് ഓർബിറ്റലും അടുത്ത റേനിയം ആറ്റത്തിൽ DP ഹൈബ്രിഡ് ഓർബിറ്റലും തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഒരു സിഗ്മാസ്റ്റർ ആൻറ്റി ബോണ്ടി മോളിക്കുലർ ഓർബിറ്റലും കൂടി ഫോം ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഇനി ബാക്കിയുള്ളത് ഓരോ DP ഹൈബ്രിഡ് ഓർബിറ്റലും കൂടി ഇവിടെ ബാക്കിയുണ്ട്. 2 DP ഹൈബ്രിഡ് ഓർബിറ്റലിലത്തെ ഓരോന്ന് വീതമാണ് ഓവർലാപ്പ് ചെയ്ത് മെറ്റൽ ബോണ്ട് ഫോം ചെയ്ത് മെറ്റൽ സിഗ്മ ബോണ്ട് ഫോം ചെയ്യണത്. ഇനി ബാക്കി ഒരു DP ഓർബിറ്റലും കൂടിയുടെ റിമെയിൻ ചെയ്യുന്നുണ്ട്. അത് വേക്കൻ്റ് ആണ്. അതായത് ഓവർലാപ്പ് ചെയ്യുന്ന ഈ dz² ഒരു ഇലക്ട്രോൺ ഉണ്ട്, പിയിൽ ഇലക്ട്രോൺ ഒന്നില്ല, വേക്കൻ്റ് ആണ്. അപ്പോൾ ഇവർ ഓർബിറ്റൽസ് ഫോം ചെയ്യുമ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുമ്പോൾ ഇതിൽ ഒരെണ്ണത്തിൽ മാത്രമായിരിക്കും ഇലക്ട്രോൺ ഉണ്ടായിരിക്കുക. അതേപോലെ അടുത്ത റേനിയം ആറ്റത്തിൽ ഇതിലാണ് ഇലക്ട്രോൺ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവർ ഈ ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടാണ് സിഗ്മ ബോണ്ട് ഫോം ചെയ്യണത്. ബാക്കി രണ്ടും വേക്കൻ്റ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അത് വേക്കൻ്റ് ആയിട്ട് തന്നെ നോൺ ബോണ്ടിങ് ആയിട്ടായിരിക്കും അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് രണ്ടാമത്തെ ടൈപ്പ് ഹൈബ്രിഡൈസേഷൻ നടന്നതിന് ശേഷം ഫോം ചെയ്യുന്ന ബോണ്ടിങ്. DP ഹൈബ്രിഡൈസേഷൻ നടക്കുന്നു, മെറ്റൽ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു, ബാക്കി വേക്കൻ്റ് DP ഹൈബ്രിഡ് ഓർബിറ്റൽസ് നോൺ ബോണ്ടിങ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി ബാക്കിയുള്ള ഓർബിറ്റൽസ് ഏതൊക്കെയാണ്? ഇപ്പോൾ dz² pzഉം ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ചെയ്ത് ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ കയ്യിലുള്ളത് dxy, dx, dyz ആണ്. ഇത് 2 റേനിയം ആറ്റത്തിലുണ്ടായിരിക്കും. അപ്പോൾ 2 dxy, 2 dx, 2 dyz ഓർബിറ്റൽസ് ആണ് ഇനി അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഫോം ചെയ്യുന്ന ബോണ്ടിങ് ഏതായിരിക്കും? പൈ ബോണ്ടിങ് ആണ്. അപ്പോൾ ഇവിടെ സിഗ്മ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഫോം ചെയ്യുന്നത് പൈ ബോണ്ട് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. ഇനി അതെങ്ങനെയാണ് ഫോം ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യണ dxz. അപ്പോൾ ഒരു റേനിയം ആറ്റത്തിൽ dxz ഉണ്ട്, ഇവിടെയും dxz ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ dxz ഓർബിറ്റൽസ് എങ്ങനെയാണ് ഓറിയൻറ്റ് ചെയ്യുന്നത്? xz ആക്സിസിന് ഉള്ളിലായിരിക്കും, ഇൻ ബിറ്റ്വീൻ ദി xz ആക്സിസ്. ഇത് z ആണെങ്കിൽ ഇത് x ആണെങ്കിൽ ഇതാണ് dxz ഓർബിറ്റലിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഇതേപോലെ 2 റേനിയം ആറ്റത്തിലും xz പ്ലെയിനിൽ ഓറിയൻറ്റ് ചെയ്യുന്ന ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരേ പ്ലെയിനിൽ ഓറിയൻറ്റ് ചെയ്യുന്ന ഓർബിറ്റൽസ് തമ്മിലായിരിക്കും, അതായത് ഒരേ പ്ലെയിനിൽ ഒരേ ഡയറക്ഷനിൽ വന്നാൽ മാത്രമേ അവർ തമ്മിലുള്ള ബോണ്ടിങ് കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ ഈ ഒരു റേനിയം ആറ്റത്തിലും ഇതേപോലെ തന്നെ ഇത് എക്സ് ആക്സിസ്, ഇത് സെഡ് ആക്സിസ്, ഇതേപോലെ ഒരേ ഓറിയൻറ്റേഷൻ വരുമ്പോഴായിരിക്കും ഇവർ തമ്മിൽ ഓവർലാപ്പിംഗ് നടക്കുക. ഇങ്ങനെയാണത് ഓവർലാപ്പ് ചെയ്യുക. അപ്പം ഇത് പ്ലസ്
ഇത് മൈനസ്, ഇത് പ്ലസ്, ഇത് മൈനസ്. അപ്പോൾ ഈ രണ്ട് ലോബും തമ്മിൽ വേണം ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാറ്ററൽ ഓവർലാപ്പാണ്. അപ്പോൾ അത് കാരണം അവിടെ ഫോം ചെയ്യുന്നത് പൈ ബോണ്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ ഇവർക്ക് ഓവർലാപ്പ് ചെയ്യാൻ പാകത്തിൽ ഓറിയൻറ്റ് ചെയ്താൽ മാത്രമായിരിക്കും ഈ തമ്മിലുള്ള ഓവർലാപ്പിംഗ് നടക്കുകയുള്ളൂ. അപ്പോൾ അത് കാരണം ഈ രണ്ട് ഓർബിറ്റൽസും ഒരേപോലെ വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺഫർമേഷൻ എങ്ങനെ ആയിരിക്കണം? എക്ലിപ്സ്ഡ് കൺഫർമേഷനിലായിരിക്കണം. അതായത് റേഡിയം ആറ്റത്തിൽ, ഇപ്പോൾ നമ്മൾ റേഡിയം ആറ്റത്തിൽ ക്ലോറിൻ ഉണ്ടല്ലോ, ഇതേപോലെ ക്ലോറിൻ ഒരേ ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്യണം. ഇതേപോലെ ഓറിയൻറ്റ് ചെയ്താൽ മാത്രമാണ്. ഇപ്പോൾ അതായത് ഒരു റീനിയം ആറ്റം മുകളിൽ ഒരു റീനിയം ആറ്റം താഴെയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഓർബിറ്റൽസിൻ്റെ ലോബ്സൊക്കെ ഒരേപോലെ വന്നാൽ മാത്രമാണ്. അതായത് റീനിയം ആറ്റം ഇങ്ങനെ ഓറിയൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലോബ്സൊക്കെ. അപ്പോൾ ഇത് വരണത് ഏതിലായിരിക്കും? ഇപ്പോൾ നമുക്ക് dx² -y², പിന്നെ px py ഒക്കെയാണ് ഓവർലാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം ഈ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് XY പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലെയിൻ ഒരേപോലെ ഓറിയൻറ്റ് ചെയ്താൽ മാത്രമാണ് ഈ ടൈപ്പ് ഓവർലാപ്പിംഗ് പോസിബിളായിട്ട് വരുള്ളൂ. അപ്പോൾ റേനിയം ആദ്യം ഫോം ചെയ്ത ആ റേനിയം ആറ്റം എക്ലിപ്സ്ഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്താൽ മാത്രമാണ് ബാക്കി ഫർദർ ഓർബിറ്റൽ ഓവർലാപ്പിംഗ് ഒക്കെ നടക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഈ കോമ്പൗണ്ട് എക്ലിപ്സ്ഡ് കൺഫർമേഷനാണ് സ്റ്റേബിൾ എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ള ഓവർലാപ്പിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെയാണ് അതിൻ്റെ ബോണ്ടിങ് വരുന്നത്. ഇത് XZ പ്ലെയിനിലാണ്. ഇത് DXZ ഓർബിറ്റലിൻ്റെ ഓവർലാപ്പിംഗ് ആണ് പറയണത്. ഇത് ഫസ്റ്റ് റീനിയം ആറ്റത്തിൽ DXZ ഓർബിറ്റലാണ്. ഇത് സെക്കൻഡ് റീനിയം ആറ്റത്തിൻ്റെ DXZ ഓർബിറ്റലാണ്. അപ്പം ഇതേപോലെ രണ്ട് റീനിയം ആറ്റും ക്ലോറിനും എക്ലിപ്സ്ഡ് കൺഫർമേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പം അങ്ങനെ ഈ രണ്ട് ലോബ് തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് ഒരു റീനിയം പൈ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇതേപോലെ തന്നെയാണ് YZ പ്ലെയിനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന DYZ ഓർബിറ്റലിൻ്റെ കേസും. അപ്പോൾ DYZും DXZ ഓർബിറ്റൽസിൻ്റെ ഓവർലാപ്പിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ DYZ പ്ലെയിനിലായിരിക്കും ഈ ഓർബിറ്റൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക DXZ ഓർബിറ്റൽ. അപ്പോൾ ഇതേപോലെ ക്ലോറിൻ റീനിയം ആറ്റം എക്ലിപ്സ്ഡ് കൺഫർമേഷനിൽ വന്നാൽ മാത്രമാണ് ഇവർക്ക് ഓർബിറ്റൽ ഓവർലാപ്പിംഗ് പോസിബിൾ ആവുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ എക്ലിപ്സ്ഡ് കൺഫർമേഷനിൽ വന്നതുകൊണ്ടാണ് ഈ ഓർബിറ്റൽ ഓവർലാപ്പിംഗ് നടന്ന് ഇവർ തമ്മിൽ അടുത്ത പൈ ബോണ്ട്, അതായത് ആദ്യം ഒരു റേനിയം സിഗ്മ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ റേനിയം പൈ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞു. ഇത് മൂന്നാമത്തെ റേനിയം പൈ ബോണ്ട്. അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ DP ഹൈബ്രിഡൈസേഷൻ വഴി റേനിയം സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. അടുത്ത് DXZ ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്ത് റേനിയം പൈ ബോണ്ട്. അടുത്ത് DYZ ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്ത് റേനിയം സെക്കൻഡ് പൈ ബോണ്ട് ഫോം ചെയ്തു. അപ്പം ഇങ്ങനെയാണ് ഓവർലാപ്പിംഗ് നടക്കുന്നത്. ഇപ്പോൾ ഈ ഓവർലാപ്പിംഗ് നടക്കണമെങ്കിൽ റേനിയം ആറ്റംസ് ക്ലോറിൻ ആറ്റംസ് എല്ലാതും എക്ലിപ്സ്ഡ് കൺഫർമേഷനിൽ വന്നാൽ മാത്രമാണ് ഈ ടൈപ്പ് ഓവർലാപ്പിംഗ് പോസിബിൾ ആവുള്ളൂ. ഇനി അടുത്തത് ബാക്കിയുള്ളത് ഇനി ഏതാ? ഇപ്പോൾ ഇവിടെ DXZും DYZും ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തുള്ളത് DXY ആണ്. DXY ഇതേപോലെ തന്നെയാണ്. XY ആക്സിസിൽ ഇടയിലായിരിക്കും, ഇൻ ബിറ്റ്വീൻ XY ആക്സിസിലായിരിക്കും ഓർബിറ്റൽസിൻ്റെ ലോബ്സ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നുണ്ടത്. അപ്പം അതിൻ്റെ ഓവർലാപ്പിംഗ് വരണത് ഇങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഇവിടെ സിഗ്മ ബോണ്ട്, ഇതിപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഓറിയൻറ്റേഷൻ മാത്രമാണ് കാണിക്കുന്നത് എക്ലിപ്സ്ഡ് കൺഫർമേഷനിൽ വരുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ് ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇത് Y ആക്സിസ്, ഇത് X ആക്സിസ്, എങ്ങനെ വേണമെങ്കിലും വിചാരിക്കാം. അപ്പോൾ ഈ CL ഒക്കെ വരുന്നത് XY ആക്സിസിലായിരിക്കും ക്ലോറിൻ ലിഗാൻസ് ഓറിയൻറ്റ് ചെയ്യുന്നുണ്ടാവുക. അത് നമ്മുടെ ഫസ്റ്റ് ഹൈബ്രിഡൈസേഷൻ നടക്കുമ്പോൾ
സ്ക്വയർ പ്ലാനാറാണ് ഫോം ചെയ്യുന്നത്. അത് XY ആക്സിസിലായിരിക്കും അതിൻ്റെ ലിഗാൻസ് അപ്രോച്ച് ചെയ്യുന്നത് ആക്സിസിലൂടെ ആയിരിക്കും. അപ്പോൾ അത് കാരണം XY ആക്സിസിലായിരിക്കും ക്ലോറിൻ ലിഗാൻസ് ഒക്യുപ്പൈ ചെയ്യണത്. അപ്പോൾ അത് കാരണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഇവിടുത്തെ ഈ 2 X ആക്സിസ്, ഈ 2 Y ആക്സിസ്, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ എങ്ങനെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ. അപ്പോൾ അത് വരുമ്പോൾ ലോബ്സ് ഇങ്ങനെയാണ് വരിക. XY ആക്സിസിൻ്റെ ഇടയിലായിരിക്കും ലോബ്സ് ഓറിയൻറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലോബ്. അപ്പോൾ ഇത് DXY ഓർബിറ്റലിൻ്റെ ഓവർലാപ്പിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് DXY ഓർബിറ്റലാണ്. ഇത് അടുത്ത റേഡിയം ആറ്റത്തിൻ്റെ DXY ഓർബിറ്റലാണ്. അപ്പോൾ ഇതേപോലെ ആദ്യം പൈ ബോണ്ടൊക്കെ ഫോം ചെയ്തതിന് ശേഷം ഈ കോമ്പൗണ്ട് എക്ലിപ്സ്ഡ് കൺഫോർമേഷനിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പൈ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ തന്നെ ഈ കോമ്പൗണ്ട് എക്ലിപ്സ്ഡ് കൺഫോർമേഷനിലായിരിക്കണം എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അടുത്ത ഫോർമേഷനിലും ഇങ്ങനെ തന്നെ അത് എക്ലിപ്സ്ഡ് കൺഫോർമേഷനിലായിരിക്കും അത് ഓറിയൻറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എക്ലിപ്സ്ഡ് കൺഫോർമേഷനിൽ ഓറിയൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ലോബ്സ് വരിക. ലോബ് വരുമ്പോൾ ഈ പൈ പ്ലസ് ഈ ഓർബിറ്റലിൻ്റെ ഈ 4 ലോബും തമ്മിൽ ഓവർലാപ്പിംഗ് പോസിബിൾ ആയിരിക്കും. പൈ ബോണ്ട് കേസിൽ ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഈ 2 ലോബ് തമ്മിലായിരിക്കും ഓവർലാപ്പിംഗ് പോസിബിൾ ആവുക. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരെണ്ണം മുകളിലും ഒരെണ്ണം താഴെ വരണ രീതിയിൽ ഈ 4 ലോബ്സും തമ്മിലുള്ള ഓവർലാപ്പിംഗ് പോസിബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കേസിൽ ഈ 2 നെഗറ്റീവ് ലോബ്, ഈ പോസിറ്റീവ് ലോബ്, ഈ നെഗറ്റീവ് ലോബ്, ഈ പോസിറ്റീവ് ലോബ്, അങ്ങനെ ഈ 4 ലോബുകളും തമ്മിൽ ഓവർലാപ്പിംഗ് നടന്ന് അടുത്ത ഒരു ബോണ്ട് ഫോം ചെയ്യും. ആ ഫോം ചെയ്യുന്ന ബോണ്ടിനെയാണ് നമ്മൾ ഡെൽറ്റ ബോണ്ടിങ് എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡെൽറ്റ സ്റ്റാർ ആൻറ്റി ബോണ്ടിങ് ഫോം ചെയ്തു. അപ്പോൾ ഇതുവരെ ഫോം ചെയ്തത് ഏതൊക്കെ ടൈപ്പ് ബോണ്ടായിരുന്നു? മെറ്റൽ ആദ്യം മെറ്റൽ DP ഹൈബ്രിഡൈസേഷൻ നടന്ന് മെറ്റൽ സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. അതിനുശേഷം അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് മെറ്റൽ പൈ ബോണ്ട് ഫോം ചെയ്തു. 2 പൈ ബോണ്ടാണ് ഫോം ചെയ്യണത്. അപ്പോൾ ആദ്യം റീനിയം ആറ്റം തമ്മിലൊരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഇത് ഫോം ചെയ്യണത് DP ഹൈബ്രിഡൈസേഷൻ നടന്ന്. ഇനി അത് കഴിഞ്ഞ് DXZ ആൻഡ് DYZ ഇത് രണ്ടും അൺഹൈബ്രിഡൈസ്ഡ് ഡി ഓർബിറ്റലാണ്. അപ്പോൾ ഈ 2 ഓർബിറ്റൽസ് തമ്മിൽ ലാറ്ററൽ ഓവർലാപ്പ് നടന്ന് 2 പൈ ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ റീനിയം ആറ്റം തമ്മിൽ 3 ബോണ്ട് ഓൾറെഡി ആയിക്കഴിഞ്ഞു. ഇനി അടുത്തത് DXY ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. ഇതിലത്തെ DXY ഓർബിറ്റലും ഇതിലത്തെ DXY ഓർബിറ്റലും തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് 4മതൊരു ബോണ്ടും കൂടി ഫോം ചെയ്യാണ്. ഈ ഫോം ചെയ്യുന്ന ബോണ്ടിനെയാണ് ക്വാഡ്രപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടും കഴിഞ്ഞ് ക്വാഡ്രപ്പിൾ ബോണ്ടാണ് റീനിയം ആറ്റം തമ്മിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു മെറ്റൽ ക്ലസ്റ്ററിൽ റീനിയം ക്വാഡ്രപ്പിൾ ബോണ്ടാണ് ഫോം ചെയ്യണത്. ഇനി ഇവിടെ ഒരു കേസും കൂടി പറയുകയാണ്. അതായത് ഇപ്പോൾ എക്ലിപ്സ്ഡ് കൺഫോർമേഷനിലല്ല, സ്റ്റാഗേർഡ് കൺഫോർമേഷനിലാണ് റീനിയം ആറ്റംസും ക്ലോറിൻ ആറ്റംസും എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ബോണ്ടിങ് വരിക എന്നുള്ള കേസാണ് പറയണത്. അപ്പോൾ അതായത് ഇപ്പോൾ ഈ ലോബുകളുടെ ഓറിയൻറ്റേഷൻ ഒന്നും കറക്റ്റല്ല. ഇങ്ങനെ വരുമ്പോൾ ഇത് കറക്റ്റ് ഓറിയൻറ്റേഷൻ അല്ല. ഇപ്പം ഇത് ഈ 2 ക്ലോറിൻ നിൽക്കുന്ന ഈ ഒരു ആക്സിസിലായിരിക്കും ആ ഒരു ഓറിയൻറ്റേഷൻ, ആ ഒരു രീതിയിലായിരിക്കും ഈ 2 ലോബ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ ഈ 2 ക്ലോറിൻ ആറ്റം ഓറിയൻറ്റ് ചെയ്യുന്ന അതേ മാനറിലായിരിക്കും ഈ 2 ലോബും ഓറിയൻറ്റ് ചെയ്യുന്നത്. അപ്പം അത് കാരണം ഒരു ഓർബിറ്റൽ ഓവർലാപ്പിംഗ് ഈ ഒരു കേസിൽ പോസിബിൾ അല്ല. ഇത് സ്റ്റാഗേർഡ് കൺഫോർമേഷൻ്റെ കേസാണ് പറയണത്. ഇതാണ് എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ. അപ്പോൾ ഇങ്ങനെ എക്ലിപ്സ്ഡ് കൺഫോർമേഷനിൽ വരുമ്പോൾ മാത്രമായിരിക്കും ഓവർലാപ്പിംഗ് പോസിബിൾ ആവുള്ളൂ. സ്റ്റാഗേർഡ് കൺഫോർമേഷനിൽ ഓവർലാപ്പിംഗ് പോസിബിൾ അല്ല. അപ്പം ഇങ്ങനെ 3 ടൈപ്പ് ബോണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഇത് ആദ്യം പറഞ്ഞത് ഹൈബ്രിഡൈസേഷൻ നടന്ന് DX² - Y² എസും PX PY ഈ 4 ഓർബിറ്റൽസും കൂടി ഹൈബ്രിഡൈസേഷൻ നടന്ന് DsP2 ഹൈബ്രിഡൈസേഷൻ നടക്കും. എന്നിട്ട് 4 DsP2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്ത് ആ 4 DsP2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ക്ലോറിൻ ലിഗാൻഡുമായിട്ട് ഓവർലാപ്പ് ചെയ്ത്
മെറ്റൽ ലിഗാൻഡ് ബോണ്ട് ഫോം ചെയ്യും. അതിനുശേഷം DZ2 PZ ഓർബിറ്റലും കൂടി കമ്പൈൻ ചെയ്ത് DP ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ആ ഫോം ചെയ്ത DP ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിൽ ഒരു ഡി പി ഹൈബ്രിഡ് ഓർബിറ്റലും ഇതിലത്തെ DP ഹൈബ്രിഡ് ഓർബിറ്റലും കൂടി ഓവർലാപ്പ് ചെയ്ത് മെറ്റൽ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ബാക്കി 2 DP ഹൈബ്രിഡ് ഓർബിറ്റൽസ് നോൺ ബോണ്ടിങ് ആയിട്ടത് റിമെയിൻ ചെയ്യും. ഇനി അടുത്തത് DXZ ഓർബിറ്റൽസിൻ്റെയും DYZ ഓർബിറ്റൽസിൻ്റെ ഓവർലാപ്പിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ അവർ ഓവർലാപ്പ് ചെയ്ത് മെറ്റൽ പൈ ബോണ്ട് ഫോം ചെയ്യും. മെറ്റൽ 2 പൈ ബോണ്ട് ഫോം ചെയ്തു. ഇനി അടുത്ത ബാക്കിയുള്ള DXY ഓർബിറ്റലിൻ്റെ ഓവർലാപ്പിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് ഈ ഒരു എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ, ഇപ്പോൾ പൈ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ തന്നെ ആ കോമ്പൗണ്ട് എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇനി 4ാമത്തെ ബോണ്ടാണ് ഇവിടെ പറയുന്നത്. XY പ്ലെയിനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന DXY ഓർബിറ്റൽസ് തമ്മിലുള്ള ഓവർലാപ്പിംഗ് ആണ്. അപ്പോൾ ഇതേപോലെ ഓറിയൻറ്റ് ചെയ്താൽ മാത്രമാണ് ഇവർ തമ്മിലുള്ള ലോബുകൾ തമ്മിലുള്ള ഓവർലാപ്പിംഗ് നടക്കുകയുള്ളൂ. അപ്പം ഇങ്ങനെ ഫോം ചെയ്യുന്ന 4ാമത്തെ ബോണ്ടിനാണ് നമ്മൾ ക്വാഡ്രപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ബോണ്ടൊക്കെ ഫോം ചെയ്യണമെങ്കിൽ ആ കോമ്പൗണ്ട് അല്ലെങ്കിൽ പൈ ബോണ്ടും ഡെൽറ്റ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ആ കോമ്പൗണ്ട് എക്ലിപ്സ്ഡ് കൺഫോർമേഷനിൽ എക്സിസ്റ്റ് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ ഓവർലാപ്പിംഗ് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കോമ്പൗണ്ടിൻ്റെ എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ സ്റ്റേബിൾ ആണെന്ന് പറയാനായിട്ട് കാരണം. അപ്പോൾ ഇതിൽ നമ്മൾ 2 ഫീച്ചേഴ്സായിരുന്നു ഈ കോമ്പൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഇതിൻ്റെ ഷോർട്ട് RE ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും ഷോർട്ട് RE ഡിസ്റ്റൻസ്? കാരണം ഇവിടെ ക്വാഡ്രപ്പിൾ ബോണ്ടാണ്. ട്രിപ്പിൾ ബോണ്ട് തന്നെ വളരെ സ്ട്രോങ് ആൻഡ് ഷോർട്ട് ബോണ്ടാണ്. അപ്പോൾ അതും കഴിഞ്ഞ് വരുന്ന ക്വാഡ്രപ്പിൾ ബോണ്ട് ആകുമ്പോൾ ഒന്നും കൂടി വളരെ ഷോർട്ടായിരിക്കും. പിന്നെ എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ സ്റ്റേബിൾ ആവാൻ കാരണം എല്ലാ ബോണ്ടിങ്ങും, എല്ലാ പൈ ഓർബിറ്റൽ ഓവർലാപ്പും ഡെൽറ്റ ഓർബിറ്റൽ ഓവർലാപ്പും പോസിബിൾ ആവണമെങ്കിൽ ആ കോമ്പൗണ്ട് എക്ലിപ്സ്ഡ് കൺഫോർമേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നതായിരിക്കണം. ഇനി ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പറയണത് ഇങ്ങനെയാണ് വരുന്നത്. ബോണ്ടിങ് ഒന്നും കാണിക്കാണ്ട് മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ, ക്ലസ്റ്ററിൻ്റെ സ്ട്രക്ചർ വരാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. ഇപ്പോൾ റീനിയം ആറ്റം എല്ലാ ക്ലോറിൻ ലിഗാൻസും എക്ലിപ്സ്ഡ് മാനറിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോഴത്തെ അതിൻ്റെ ബോണ്ട് ഡിസ്റ്റൻസും അതിൻ്റെ ആംഗിളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ Re2Cl8 എന്ന് പറയുന്ന ഡൈന്യൂക്ലിയർ മെറ്റൽ ഹാലൈഡ് ക്ലസ്റ്ററിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ബോണ്ടിങ് ആണ് ഇത്രയും നേരം പറഞ്ഞിരുന്നത്. ഇനി ഇപ്പം ഇതിൽ നമുക്ക് മെറ്റൽ ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ഉണ്ടായിരുന്നത്? D4 സിസ്റ്റം ആയിരുന്നു. അപ്പം അത് കാരണം റീനിയം ആറ്റത്തിൽ 3+ ആണ്, D4 സിസ്റ്റമാണ്. അപ്പോൾ മൊത്തം ഇവിടെ 8 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. 8 ഇലക്ട്രോൺസ് ആണുള്ളത്. ഇനി 8 ഇലക്ട്രോൺസ് ഏതിലൊക്കെ ആയിരിക്കും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവുക? അപ്പോൾ ആദ്യം റീനിയം സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. അത് കഴിഞ്ഞ് റീനിയം 2 പൈ ബോണ്ട് ഫോം ചെയ്തു. അത് കഴിഞ്ഞ് റീനിയം ഒരു ക്വാഡ്രപ്പിൾ ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ ഈ 4 ബോണ്ടിലായിരിക്കും റീനിയത്തിൻ്റെ 8 ഇലക്ട്രോൺസ് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ആദ്യം സിഗ്മ ബോണ്ട്, അതിൽ 2 ഇലക്ട്രോൺ, പിന്നെ പൈ ബോണ്ടിൽ 2 പൈ ബോണ്ടുള്ള കാരണം 4 ഇലക്ട്രോൺ, പിന്നെ ഒരു ഡെൽറ്റ ബോണ്ട്, അതിൽ 2 ഇലക്ട്രോൺ. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ മോളിക്യൂൾ ഫോം ചെയ്തതിന് ശേഷം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് വരുന്നത്. മോളിക്യൂൾ ഓർബിറ്റൽസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് വരുന്നത്. റീനിയം ആറ്റത്തിൽ അല്ലെങ്കിൽ 2 റീനിയം ആറ്റത്തിലുള്ള 8 ഇലക്ട്രോൺസ് ഇങ്ങനെയായിരിക്കും ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടാവുക. ഇത്രയൊക്കെയാണ് ഈ ഒരു പർട്ടിക്കുലർ ഡൈന്യൂക്ലിയർ ക്ലസ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൻ്റെ ബോണ്ട് ഫോർമേഷൻ നോക്കണം. അപ്പോൾ ഇതിൽ ഇതേപോലത്തെ ഒരു കേസ് കുറച്ചും കൂടി കാർബോക്സിലേറ്റ് കോംപ്ലക്സുകളും ഈ ഒരു ടൈപ്പ് ഡൈന്യൂക്ലിയർ കോമ്പൗണ്ട് ഒരു എക്സാമ്പിളായിട്ട് എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ കാണിക്കുന്ന ഷോർട്ട് മെറ്റൽ ഡിസ്റ്റൻസ് കാണിക്കുന്ന വേറെയും ഒരു ടൈപ്പ് മെറ്റൽ ക്ലസ്റ്ററാണ് ഇത്. കാർബോക്സിലേറ്റ് കോംപ്ലക്സുകൾ, അതിൻ്റെ ജനറൽ ഫോർമുല ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കോമ്പൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേക്കൊക്കെ എല്ലാ പ്രാവശ്യവും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയാണ്
മെറ്റൽ ഹാലൈഡ് ക്ലസ്റ്ററിൽ ഡൈ ന്യൂക്ലിയർ ക്ലസ്റ്ററിൽ പറയാനെന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു എക്സാമ്പിൾ എടുത്ത് അതിൻ്റെ ബോണ്ടിങ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.